സിപ്പേരസ് ആൾട്ടർനിഫോളിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ഫ്രൂട്ട് പ്ലാന്റ്സുകൾ മെജോറിറ്റിയും കൊടുത്തിരിക്കുന്നത് നമ്മൾ വെരിഗേറ്റഡ് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ്. ഈ കാണുന്ന പ്ലാന്റാണ് സപ്പോട്ട വെരിഗേറ്റഡ് എന്ന് പറയുന്നത്, ബദാം വെരിഗേറ്റഡ് വെച്ചിരിക്കുന്നത്. നല്ലൊരു മുല്ലൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണിത്. മുരായ എക്സോട്ടിക്ക എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഈ കാണുന്ന ഈ ഒരു 4 പോയിന്റിൽ മാത്രമേ നമ്മളിതിൻ്റെ ഗ്രൗട്ട് ഒഴിക്കുള്ളൂ. 40 mm സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. കാട് ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നിലമ്പൂർ ചോക്കാടിലുള്ള നമ്മളൊരു വൺ ഇയർ മുൻപ് വർക്ക് കഴിഞ്ഞ ഒരു സൈറ്റിലാണുള്ളത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്റ്റോണിനെ കുറിച്ചിട്ടും പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ഹൈറ്റുള്ളൊരു റോഡിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ഒരു ഹൈറ്റുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ കയറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺ, കാർ പോർച്ച് വരെ കോബിൾ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത്. കോബിൾ സ്റ്റോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ 50 mm ബോക്സ് കട്ട് ബ്ലാക്ക് കളർ കോബിൾ സ്റ്റോണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലൂടെ ഒരു 2 feet നമ്മൾ റഫ് കോബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ. നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ കയറ്റം കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോണിലാണ് ഇവിടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ 50 mm 4x2 സൈസാണ്. നമ്മളതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ ലൈനും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട്. ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ 50 mm ആണ്. നമ്മളത് ബേബി ചില്ലിയിലാണ് അത് വിരിക്കാറ്. ഇൻ കേസ് ഇനിയിപ്പം കാർ പോർച്ച് അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 20 mm യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുന്നത് ഈ ഒരു ഏരിയ. പൊതുവെ ഈ സ്റ്റോൺ ഏരിയയും പ്ലാന്റ് ഏരിയയും തമ്മിലുള്ളൊരു പാർട്ടീഷന് പൊതുവെ ചെയ്യാറ്. ഒന്നുകിൽ നമ്മൾ ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ഇങ്ങനെ തന്നെ ചെയ്തതിന് ശേഷം മണ്ണിൻ്റെ ലെവൽ കുറച്ച് താത്തിയിട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മണ്ണിൻ്റെ ലെവൽ കൂടുതൽ താത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കെർബ് സ്റ്റോൺസ് കൊടുക്കാം. കെർബ് സ്റ്റോൺസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർലോക്കിൻ്റെ നമ്മളെ ആർട്ടിഫിഷ്യൽ കെർബ് സ്റ്റോൺസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്കിവിടെ കടപ്പൻ്റെ 2x2 സൈസ് കെർബ് സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഗ്യാപ്പിലേക്ക് ഇറക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കെർബ് സ്റ്റോൺ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡാമേജുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും. അത് ഫുൾ ടൈം നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു കെർബ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ആ ഒരു ഗേറ്റ് ഇങ്ങനെ നമ്മൾ റാമ്പ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് കോബിൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കാർ പോർച്ചിലേക്കാണ് അത് എൻഡ് ചെയ്യുന്നത്, ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് തന്നെയുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ നമ്മൾ കാർ വാഷിംഗ് ഏരിയ ആണിത്. കാരണം വീട്ടിൽ കാർ വന്നു കഴിഞ്ഞാൽ വളയ്ക്കാനുള്ള ഒരു ഏരിയയും അതേപോലെ തന്നെ കാറ് പോർച്ചിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വാഷ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ 50 mm തന്നെയാണ് 4x2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോണിൻ്റെ നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ നോക്കിയാൽ കാണാം, ഈ സ്റ്റോണിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ബേബി ചില്ലിൻ്റെ 6 mm ബേബി ചില്ലി ആണ് കാണുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയുക, ഇവിടെ വാഷ് ചെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു ഗ്യാപ്പിലുള്ള ഈ കാണുന്ന ഈ ഒരു 4 പോയിന്റിൽ മാത്രമേ നമ്മളിതിൻ്റെ ഗ്രൗട്ട് ഒഴിക്കുള്ളൂ. ആ ഒരു സ്റ്റോണിൻ്റെ പാക്കിങ്ങും അതേപോലെ സ്റ്റോണിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ബാക്കിയുള്ള ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പാണുള്ളത്. അവിടെ ബേബി ചില്ലി മാത്രം ഗ്യാപ്പിൽ ഫില്ല് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന വെള്ളമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഓവർ ബാക്കിൽ നിന്നുള്ള വെള്ളങ്ങളാണെങ്കിലും ശരി, അതൊരു അറ്റ് എ ടൈം നമുക്ക് ഫ്രണ്ടിലേക്ക് ഒലിച്ചു പോകാതെ ഇവിടെ തന്നെ മണ്ണിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റോൺ വിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നമ്മളിവിടെ താണ്ടൂർ സ്റ്റോൺ 40 mm ആണ് ഇവിടെ ബാക്ക് സൈഡിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ സ്റ്റോണിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ ബേബി ചില്ലി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 പോയിന്റിൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന ഈ 4 പോയിന്റിൽ മാത്രമേ നമ്മൾ സിമെൻറ്റും ഗ്രൗട്ടും ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ അത് മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ പോകുന്നതാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സ്റ്റോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റോണുകളും നമ്മൾ ബേബി ചില്ലിയിലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് വണ്ടി കയറാത്ത സ്ഥലങ്ങളാണെങ്കിലും ശരി, അതല്ല വണ്ടി കയറുന്ന സ്ഥലങ്ങളാണെങ്കിലും ശരി, സ്റ്റോണിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് അടിയിൽ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു പിക്കറ്റ് ഗേറ്റിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ താണ്ടൂർ സ്റ്റോണിൻ്റെ 40 mm സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലായിട്ട് നമ്മൾ പേൾ ബഫലോ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമ്മൾ ഇവിടെ വരുന്ന വെള്ളം ആയാലും ഈ ഒരു സൈഡിലുള്ള വെള്ളം ആയാലും ഇവിടെ നമുക്ക് ഈ 2 സൈഡിലേക്ക് ഈ വാക്ക് മണ്ണ് വരാത്ത രീതിയിൽ നമ്മൾ 2 സൈഡിലായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്ന സെയിം ക്ലാഡിങ്ങിനെ കൊണ്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട് 2 സൈഡിലായിട്ട്.
അടുത്ത ഈ വീടിൻ്റെ പ്ലാന്റിങ് ഏരിയ ആണ്. എത്രത്തോളം മാക്സിമം നമുക്ക് പ്ലാന്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ മാക്സിമം പ്ലാന്റ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ നമ്മളുടെ കാർഡ് ലാൻഡ്സ്കേപ്പ് പൊതുവെ യൂസ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ്. ഇൻ കേസ് ചില കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് പ്രകാരം നമ്മളത് അതിനനുസരിച്ചുള്ള പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ്സ്കേപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ കലാത്തിയ ലൂട്ടിയൻ്റെ ഒരു ലൈൻ നമുക്ക് കാണാം. അതിനോട് ചേർന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കലാത്തിയ ലൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ യെല്ലോ പ്ലാന്റ് എന്ന് പറയുന്നത് ഡിസ്മോഡി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. പൊതുവെ നമ്മൾ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ കൊടുക്കുന്ന സമയങ്ങളിൽ ഫുൾ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഇടയിൽ നമുക്കൊരു യെല്ലോ കളറോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ടെക്സ്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിലോ നമുക്കത് ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഡിസ്മോഡി എന്ന് പറയുന്ന പ്ലാന്റ്. അതേപോലെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമ്മൾ അംബ്രല്ല പ്ലാന്റ് സിപ്പേരസ് ആൾട്ടർനിഫോളിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ട്രോപ്പിക്കൽ ലെവലോ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സോ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ അംബ്രല്ല പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഹൈറ്റിൽ ഇത് പൊങ്ങുന്നൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് കുറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുകളിലത്തെ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തുള്ള പ്ലാന്റ് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഫ്രണ്ടിലുള്ളത്. മറ്റൊന്ന് ഈ ഒരു വീടിൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ മെജോറിറ്റിയും കൊടുത്തിരിക്കുന്നത് നമ്മൾ വെരിഗേറ്റഡ് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ്. നമ്മൾ ഈ ഒരു കോർണറിലായിട്ട് ഈ കാണുന്ന പ്ലാന്റാണ് സപ്പോട്ട വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഈ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെജോറിറ്റി പ്ലാന്റ്സുകളും വെരിഗേറ്റഡ് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ്. ഫ്രൂട്ട് പ്ലാന്റ്സുകൾ തന്നെ നോർമൽ, അതായത് ഇതിൻ്റെ ഒരു ലീഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നോർമൽ ഗ്രീനിന് പകരം ഒരു വൈറ്റ് കളറും കൂടെ കാണുന്നുണ്ട്. ഇതൊരു വെരിഗേറ്റഡ് സപ്പോട്ടയാണിത്. ഇത് കുറച്ച് അധികം ഹൈറ്റ് പോകുന്നൊരു പ്ലാന്റ് അല്ല, ഡോർഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് ഹൈറ്റിലൊക്കെ ഇത് മെയിൻറ്റെയിൻ ആയിട്ട് നിന്നുള്ളത്. അടുത്ത് നമ്മളൊരു ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ഏരിയ, ഇവിടെ നമ്മൾ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിപ്പേരസ് അംബ്രല്ല പ്ലാന്റ് നല്ല ലഷായിട്ട് വളർന്നിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ട് വ്യൂ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെൻട്രലായിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ആയിട്ട്, ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പ്ലാന്റൊക്കെ ഒന്ന് വലുതാവാനുണ്ട്. ഇതിപ്പം നല്ലൊരു മീഡിയം സൈസിലേ വളർന്നിട്ടുള്ളൂ. അലോക്കേഷ്യ ജയൻറ്റാറോ കൊടുത്തിട്ടുണ്ട്. എന്ന വെരിഗേറ്റഡ് ഈ ഒരു ഗ്യാപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിക്സ് ഓഫ് പ്ലാന്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹെലിക്കോണിയ കൊടുത്തിട്ടുണ്ട്, കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. ഈ കോസ്റ്റസ് ഒക്കെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ബോർഡറായിട്ട് കൊടുത്തതാണ്. ഈ ഒരു പ്ലാന്റിനും ഇതിൻ്റെയൊക്കെ സൈഡിൽ ഫ്രണ്ടിൽ ബോർഡറായിട്ട് കൊടുത്തതാണ്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫേൺസിൻ്റെ ക്ലസ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അലൈൻമെൻറ്റിലൊന്നുമല്ല, നമ്മൾ മിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സുകൾ, എല്ലാ പ്ലാന്റ്സുകളും ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട എല്ലാ പ്ലാന്റ്സുകളും മിക്സ് ചെയ്തിട്ടൊരു ഡിസൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ആ ക്ലസ്റ്ററിൻ്റെ ബോർഡറായിട്ട് നമ്മൾ ഫ്രണ്ടിലായിട്ട് സ്പൈഡർ ലില്ലി ഗ്രീനും കൊടുത്തിട്ടുണ്ട്. സ്പൈഡർ ലില്ലി പൊതുവെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഫേൺസും ഹെലിക്കോണിയൊക്കെ ആയിട്ട് നമ്മൾ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ താഴത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാസ് എന്ന് പറയുന്നത് പേൾ ഗ്രാസ് ആണ്, പേൾ ബഫലോ ഗ്രാസ് ആണ്. ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണിത്. നമ്മൾ ഈ റീസെൻ്റ്ലി നമ്മളുടെ ആളുകൾ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് പോയതാണിത്. ഇവിടെ അടുത്തത് ഈ ഒരു ഏരിയ, ഇവിടെ നമ്മൾ അവിടെ യൂസ് ചെയ്ത സെയിം പ്ലാന്റ്സ് തന്നെ വെച്ചിട്ടാണ് ക്ലസ്റ്റർ ഉണ്ടാക്കുന്നത്. ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് കലാത്തിയ ലൂട്ടിയ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിൽ ഈ ഒരു ആ ഒരു പിക്കറ്റ് ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലഷായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് അംബ്രല്ല പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് കുറച്ച് കെന്ന വെരിഗേറ്റഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കലാത്തിയ ലൂട്ടിയൻ്റെ ഫ്രണ്ടിലായിട്ട്. അതിനും ഫ്രണ്ടിൽ കുറച്ച് കോസ്റ്റസ്, റെഡ് കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നമ്മൾ ഫേൺസ് കൊടുത്തിട്ടുണ്ട്, ബോസ്റ്റൺ ഫേൺസ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഫൈനലി നമ്മൾ കുറച്ച് സ്പൈഡർ ലില്ലിയും കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ ഗ്രൗണ്ട് കവറായിട്ട് പേൾ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ് ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു ബദാം വെരിഗേറ്റഡ് വെച്ചിരിക്കുന്നത്. പൊതുവെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസ് പ്രകാരം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ബദാം വെരിഗേറ്റഡ് ആണ് സെൻട്രൽ തന്നെ. ഇത് കുറച്ചുകൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ ഒരു വെരിഗേറ്റഡ് ലീഫായിട്ട് നിൽക്കുമ്പോൾ വളരെ നല്ലൊരു ഭംഗിയുണ്ടാവും. ഒരു ഗ്രീൻ പ്ലാന്റ്സിന് പകരം നല്ലൊരു വെരിഗേറ്റഡ് കളേഴ്സ് ഓഫ് ലീവ്സ് ആയിട്ട് കുറച്ചുകൂടെ ഒരു ഈ സ്ക്വയർ ഏരിയ മാത്രം ആ ഒരു ഗ്രീൻ പ്ലാന്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിന്നോളൂ. അടുത്തത് ഈ ഒരു ഏരിയ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് സിറ്റ് ഔട്ടാണ് ആ ഒരു കാണുന്നത്. ഇവിടെ കാർ പോർച്ചാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റുള്ളൊരു പ്ലാന്റ് ഇവിടെ വെക്കാനും പറ്റില്ല. പക്ഷേ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു മണ്ണിട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വലിയ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം ലഷായി നിൽക്കണം എന്നുള്ള രീതിയിൽ
നമ്മളിവിടെ ബാക്ക് സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ ഹെലിക്കോണിയ യെല്ലോ പ്ലാന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെലിക്കോണിയ യെല്ലോ. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്രൗണ്ട് കവറായിട്ട് ബോസ്റ്റൺ ഫേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ യെല്ലോ കളർ പ്ലാന്റ് എന്ന് പറയുന്നത് ആൽഫീനിയ സുറുംബെറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. നമുക്ക് ഇത്തരം ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഗ്യാപ്പിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ഈ ആൽഫീനിയ സുറുംബെറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കുറച്ച് സ്പൈഡർ ലില്ലിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. ഈ ഒരു ഏരിയ അധികം ഹൈറ്റിൽ പ്ലാന്റ് വളരാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിനിപ്പോൾ വളരുകയാണെന്ന് ഈ ഒരു പ്ലാന്റാണ് ഹൈറ്റിൽ പോകാനുള്ളത്. അത് നമ്മൾ ഹൈറ്റ് പോകുന്ന പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ഒരു നമ്മളുടെ ഒരു ഷ്രബിൻ്റെ ഒരു ഹൈറ്റിൽ നമുക്ക് പ്ലാന്റ്സ് ഈ ഒരു സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡിലായിട്ട് നമ്മൾ റംബുട്ടാൻ്റെ ഡോർഫ് വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ അധികം ഹൈറ്റ് പോകുന്ന പ്ലാന്റ് അല്ല. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. ഇത് അധികം ഹൈറ്റ് പോകുന്നതല്ല, അത് ബഡ് ചെയ്ത വെറൈറ്റിയാണിത്. അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ താഴത്തായിട്ട് നമ്മൾ കലാത്തിയ ലൂട്ടിയ കംപ്ലീറ്റ് ആയിട്ട് കലാത്തിയ ലൂട്ടിയൻ്റെ ക്ലസ്റ്ററാണ് ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെന്ന വെരിഗേറ്റഡും കാണാം, അതിന് താഴത്ത് സ്പൈഡർ ലില്ലിയും കാണാം. പിന്നെ ഇവിടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മൾട്ടി പ്ലാന്റ്സ് ആയിട്ട് ഇവിടെ ഈ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മൾ അലോക്കേഷ്യ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് നമ്മൾ റെഡ് കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അംബ്രല്ല പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു മിക്സ് ഓഫ് പ്ലാന്റ്സ് ആണ് ഈ ഒരു ഗ്യാപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു ഗ്രീൻ പ്ലാന്റിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഡിസ്മോഡിയത്തിൻ്റെ 2-3 പ്ലാന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാണുന്ന ഗ്യാപ്പിൽ കാണുന്ന യെല്ലോയും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റെഡ് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ആ റെഡ് ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് അത്യാവശ്യം വലുതാവുന്ന പ്ലാന്റ് ആണ്. നമ്മളിപ്പം ഈ ഒരു ഹൈറ്റിൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ള പ്ലാന്റ്സിൻ്റെ ഹൈറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്ന് പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അടുത്തത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു കിണറിന് ചുറ്റും കൊടുത്ത പ്ലാന്റ്സ് ആണ്. ഇവിടെ നമ്മൾ ക്ലാഡിങ് ഈ ഒരു സൈഡിൽ ക്ലാഡിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്പൈഡർ ലില്ലി, കാരണം എല്ലാ ഏരിയയിലും നമ്മൾ സ്പൈഡർ ലില്ലി ഗ്രീൻ വെക്കുന്നതിന് പകരം ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമ്മൾ സ്പൈഡർ ലില്ലിൻ്റെ വെരിഗേറ്റഡാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റിൽ നോക്കിയാൽ കാണാം, ഈ റെഡ് കാണുന്നത് പറഞ്ഞാൽ അത് ഈ പ്ലാന്റിൻ്റെ ഡിഫക്റ്റ് കാര്യങ്ങളൊന്നുമല്ല, ആ പ്ലാന്റിൻ്റേതായിട്ടുള്ള ഒരു കളർ തന്നെയാണത്. അത് ഒരു തളിരെല്ലാം വരുന്ന സമയത്ത് റെഡ് കളർ ആവുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമൽ ലീഫിലേക്ക് തന്നെ ആവുന്നതാണ്. വേറെ അസുഖം വന്നതോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ലീഫിന് ഡാമേജ് ആയതൊന്നുമല്ല. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലെഷായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഏരിയ മൊത്തം ഈ സ്പൈഡർ ലില്ലി വെരിഗേറ്റോടെ തന്നെ കവർ ചെയ്യുന്നത്. അടുത്തൊരു ഏരിയ ആണ് ഈ വീടിൻ്റെ റൈറ്റ് സൈഡ് ഏരിയ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരിക്കപ്പാമാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഡോർ അരിക്കപ്പാമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് നമ്മൾ പേൾ ബഫല്ലോ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ മറ്റുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ടീഷനായിട്ട് നമ്മൾ ഇവിടെ മതിൽ കെട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടീഷൻ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ മറ്റുള്ള സൈറ്റിൽ ചെയ്ത പോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കാറ്റ്സ് ക്ലോ ക്രീപ്പർ പടർത്തി കയറ്റിയതാണ്. അത് നിങ്ങൾക്ക് ആ ഒരു നോക്കിയാൽ കാണാം, ആ ഒരു ഗ്രില്ലിൽ ഇപ്പം കാറ്റ്സ് ക്ലോ അങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു 1 ഇയർ 2 ഇയറിൻ്റെ ഒക്കെ ഉള്ളിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു യെല്ലോ ഫ്ലവറും ഉണ്ടാവും. കാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ യെല്ലോ ഫ്ലവറിങ് ഉണ്ടാവും. അടുത്തത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഗസ്റ്റുകൾ വന്നിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലത്തെ ആളുകൾ തന്നെ വന്നിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ നല്ലൊരു സ്മെല്ല്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ പോട്ടിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മുരായ എക്സോട്ടിക്ക എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. ഒരു വൈറ്റ് ഫ്ലവർ വരാനുണ്ട് ഇതിൽ. ആ ഫ്ലവർ ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു ഫ്ലവറിലൊക്കെ നമുക്ക് കാറ്റടിച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർക്ക് ആ ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടും. നല്ലൊരു മുല്ലൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണിത്. മുരായ എക്സോട്ടിക്ക എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. നമ്മൾ ഈ ഫ്രണ്ടിലുള്ള ഈ സിറ്റൗട്ട് കംപ്ലീറ്റ് ആയിട്ട് മുരായ എക്സോട്ടിക്ക പ്ലാന്റ് പോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഏരിയയിലേക്കാണ്. നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകളൊന്നും ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡിലേക്ക്. ഈ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഡോർഫ് കോക്കനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 ഇയർ ആയി കുഴിച്ചിട്ടിട്ട് ഒരു 3 ഇയർ 4 ഇയർ കൊണ്ടൊക്കെ തന്നെ ഇതിൽ കായ്ച്ചു വന്നോളൂ. ഈ ഒരു പ്ലാന്റ് അധികം ഹൈറ്റ് പോകാത്തൊരു പ്ലാന്റാണ് ഡോർഫ് കോക്കനറ്റ്.
അത് ഈ ബാക്ക് സൈഡിലേക്കുള്ള ഏരിയ. ഇവിടെ നമ്മൾ പ്ലാന്റിങ് ഏരിയ വളരെ മിനിമലാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോൺ കൊണ്ട് തന്നെ ഈ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക് സൈഡിൽ ഈ ഒരു വാൾ എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റിൽ വാളായതുകൊണ്ട് തന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത വാളാണ്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇവിടെ പെയിന്റ് ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്യാം. അതല്ല നമ്മൾ കൊടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്രീപ്പിംഗ് ഫിഗിനെ കൊണ്ട് ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാന്നുള്ളൊരു ഒരു നേച്ചുറൽ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീപ്പിംഗ് ഫിഗ്, ഫൈക്കസ് പ്യൂമില എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ നട്ടു കൊടുത്താൽ തന്നെ മാക്സിമം എല്ലാ ഏരിയയിലേക്കും ആ ഒരു പ്ലാന്റ് പടർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഫൈക്കസ് പ്യൂമില, ക്രീപ്പിംഗ് ഫിഗ് എന്നൊക്കെ ഈ പറയുന്ന ഒരു പ്ലാന്റ്. നമുക്ക് ഈ ഒരു ഇപ്പം കുഴിച്ചിട്ട് ഒരു 1 year ആയിട്ടേ ഉള്ളൂ. നല്ല മഴക്കാലങ്ങളോ അല്ലെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഇതിന്റെ റൂട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നു പോയിട്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് ഫിനിഷ് ആയി നിൽക്കുന്നതാണ്. അടുത്തത് ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കൊമേഴ്ഷ്യലും ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബിൽഡിങ്ങിലേക്ക് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ ത്രൂ ഔട്ട് നമ്മൾ റെഡ് പാം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാം, റെഡ് പാമ്പിന്റെ ആ സ്റ്റെമ്മ് മാത്രമാണ് റെഡ് കളർ ഉണ്ടാവുക, ബാക്കി പ്ലാന്റ് മൊത്തം ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഈ ഒരു ഏരിയയിൽ നമ്മൾ താഴത്തായിട്ട് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, കടപ്പൻ്റെ ബ്ലാക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ 1/2 സൈസിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെഡ് പാമാണ് കൊടുത്തിരിക്കുന്നത്.